ഇവിടെ കരിയായി താമസിക്കുന്നത്. ഞാൻ തൊഴിലുറപ്പിന് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഇവിടെ വന്നിട്ട് തന്നെ 21 കൊല്ലം കഴിഞ്ഞു. ഞാൻ എല്ലാ കൂലിപ്പണി എടുക്കുന്നതാണ്. തുമ്പപ്പണി അടക്കം എല്ലാ പണിയെടുക്കുന്ന ആളാണ്. അങ്ങനെ ഇപ്പോൾ 8 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ശരീരവേദന, തലവേദന, കാലുവേദന, പിന്നെ അത് പറയാനില്ല, ഉറക്ക് വരെ ഇല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇവർ 2 ചേച്ചിമാർ വന്ന് ഈ കാര്യത്തെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് ആദ്യം മടിയായിരുന്നു. കാരണം ഇത് വയനാട് വിഷയത്തിൽ കണ്ടായിരുന്നു, ഇതൊരു വ്യാജമായിട്ടുള്ളൊരു സംഭവമാണെന്നുള്ളത്. അപ്പം ഞാൻ ചേച്ചിമാരോട് പറഞ്ഞു, എനിക്കിത് വേണ്ട, ഇപ്പം പൊയ്ക്കോ നിങ്ങൾ, പിന്നെ എടുക്കാമെന്ന്. അങ്ങനെ 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും 2ാമത് ചേച്ചി ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ 2 പേരും കൂടെ വീട്ടിൽ വന്ന് എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഇത് ഉപയോഗിച്ചാൽ നിനക്ക് എന്തായാലും എല്ലാ അസുഖവും മാറും എന്ന് പറഞ്ഞു. എന്തൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ എനിക്ക് പറയാൻ പറ്റാത്ത പ്രയാസമായിരുന്നു. കാരണം എൻ്റെ മാറിൻ്റെ താഴെ ഒരു മൊഴിയായിരുന്നു, കക്ഷത്തുണ്ടായിരുന്നു, കഴുത്തിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് വീണതാണ്. വീണപ്പാണ് കൈ പൊങ്ങാതെ വന്നു. പിന്നെ രാത്രി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ തലക്കി വെച്ചാൽ ഞാൻ കിടക്കുക, ഈ കൈ തിരിച്ച് ഇങ്ങോട്ട് വെക്കണമെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ടുപോകാം. അങ്ങനെയായിരുന്നു. അങ്ങനെയായിട്ട് പിന്നെ തൊഴിലുറപ്പെല്ലാം മതിയാക്കി 2 കുഞ്ഞുങ്ങളുണ്ട്, അവരെയും നോക്കി വീട്ടിൽ ഇരിപ്പായ സമയത്താണ് ഇതെനിക്ക് കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ശരീരം കുറഞ്ഞു. ഇപ്പം ഈ കാണിച്ച പോലെ വലിയ വയറായിരുന്നു. ഇതെല്ലാം കളിയാക്കുമായിരുന്നു. എന്നെ നീ ഗർഭിണിയാ, പ്രസവിക്കാനായിരുന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കും ഇതായിട്ട് തന്നെ എൻ്റെ വയറൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ശരീരം തടിച്ച് വരിക, വല്ലാതെ ശരീരം തടിച്ച് വരിക, ശരീരത്തിൻ്റെ കനം കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റാതെയാവുക. അങ്ങനെ പലതിന് മൂത്രത്തിന് വിഷമമുണ്ടായി. അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ. അങ്ങനെ 8 വർഷമായിട്ട് ഞാൻ സാവകാശം എന്ന് പറഞ്ഞ മാനന്തവാടിയിലുള്ള ഡോക്ടർ മരുന്നാണ് കഴിക്കുന്നത്. ഷുഗറുണ്ട്, പ്രഷറുണ്ട്. പ്രഷറൊക്കെ 2 ഗുളിക വെച്ചിട്ടാണ് 1500 രൂപയുടെ മരുന്ന് എനിക്ക് ഒരു മാസം തന്നു. അത്രയും മരുന്ന് കഴിച്ചതാണ്. അങ്ങനെ കഴിച്ച് മടുത്തു, മരുന്ന് കഴിച്ചിട്ട് മടുത്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞു. അവർ ഇതെല്ലാം കൊണ്ടു തന്ന് ഇത് ചേച്ചിമാർ പറഞ്ഞ രീതിയിൽ എല്ലാം ഞാൻ ചെയ്തു. എഴുന്നേറ്റ ആളുകൾ ഇതേപോലെ കല്ല് തേക്കാതെ തന്നെ ഞാൻ ഇതെടുത്ത് കുടിക്കും. കാരണം വല്ലാതെ ക്ഷീണം വരും. അതുപോലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരടി നടക്കണം. അടുക്കളയിലേക്ക് പണിക്ക് പോകണമെങ്കിൽ ഒരടി നടക്കണമെങ്കിൽ കുറേ സമയം ഇരിക്കണം. എന്നാലേ കാലും കയ്യും ശരീരങ്ങളൊക്കെ എനിക്ക് വഴങ്ങില്ല, വേദനയാണ്. അങ്ങനെ വേദന, തലയ്ക്കകത്ത് വേദന, അതിന് കണ്ണിന് കാഴ്ച കുറഞ്ഞു. ഇവിടെ ഡോക്ടർമാർ വന്ന് അങ്ങനെ കണ്ണ് പരിശോധിച്ചു. അന്നേരം കണ്ണട ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇപ്പം എനിക്ക് കണ്ണട ഇല്ലാതെ കണ്ടപ്പോൾ എഴുതാൻ എനിക്ക് പറ്റി. അങ്ങനെ എല്ലാ മാറ്റങ്ങളും നന്നായിട്ട് എനിക്ക് കിട്ടി. പിന്നെ ഈ മുഴ എന്ന് വെച്ചാൽ ഇപ്പം ഇല്ല, എനിക്കില്ല. ഇത് കക്ഷത്തും ഇല്ല, ഈ മാറൊന്നും ഇല്ല. ടീച്ചറോടൊക്കെ ഞാൻ പറഞ്ഞിട്ട്, ഞങ്ങൾ ടീച്ചറാണ് അംഗൻവാടിയിലെ ടീച്ചറോട് ഞാൻ പറഞ്ഞു, ടീച്ചർ എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വീട്ടിലൊക്കെ ആദ്യം പറയാൻ പേടിയായിരുന്നു. പിന്നെ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. കുറേ സഹിച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞ് മരുന്നൊക്കെ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം ചേച്ചിമാർ അന്നേരം എന്നോട് പറഞ്ഞു, മരുന്ന് നിർത്തരുത് പെട്ടെന്ന് എന്ന്. ഞാൻ ഓർത്തു, നമ്മൾ ഈ കൂലിപ്പണി എടുക്കുന്നവരല്ലേ. അപ്പോൾ ഈ 300 രൂപയ്ക്ക് പണിയെടുത്തിട്ട് 2500 രൂപേൻ്റെ 1500 രൂപേൻ്റെ മരുന്നും 7400 രൂപയ്ക്ക് ഇതും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ നാട്ടിൽ തന്നെയല്ലേ. അപ്പം മരുന്ന് ഞാനായിട്ട് എൻ്റെ മനസ്സിൽ, അവരെന്നോട് പറഞ്ഞിട്ടില്ല, എൻ്റെ മനസ്സായിട്ട് ഞാൻ തീരുമാനിച്ചു മരുന്ന് ഞാൻ മാറ്റി വെക്കുക. ഇതുകൊണ്ട് തന്നെ എനിക്ക് അസുഖം മാറുവാണെങ്കിൽ മാറട്ടെ, മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ. കാരണം ഇത്രയും വലിയൊരു വിഷമതയുള്ള പ്രശ്നമാണ് എനിക്ക് ഉണ്ടായത്. എന്തായാലും എനിക്ക് ഒരു ക്യാൻസറാണ് എൻ്റെ മനസ്സിലുണ്ടായ സത്യം. അപ്പോൾ അത് എനിക്ക് മാറില്ല, അതെനിക്ക് മാറ്റാനുള്ള കഴിവ് എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മരുന്ന് ഉപയോഗിക്കാതെ എല്ലാം മാറ്റി വെച്ച് കുഞ്ഞുങ്ങളോട് ഞാൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ ബെഡും സാധനങ്ങളും എടുത്ത് മാറ്റിക്കുക. ഇതാർക്കും വേറെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. എന്തായാലും ഞാൻ ഇന്നത്തോടെ മരുന്ന് നിർത്തുക എന്ന് പറഞ്ഞു. ആ മക്കളൊക്കെ ആദ്യം വല്ലാതെ എതിർത്തു. എന്നാലും ഞാൻ കഴിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അപ്പോഴും ഞാൻ അതൊക്കെ മാറ്റി വെച്ച് ഇത് ശരിക്കും ഉപയോഗിച്ചു. ഈ പറഞ്ഞതുപോലെ ഞാൻ 3 കുപ്പി വെള്ളമാണ് കുടിക്കുന്നതിൻ്റെ. അത് കുടിക്കുമ്പോൾ നമുക്ക് എത്ര കുടിക്കുന്ന അത്രത്തോളം കുടിക്കാൻ തന്നെ തോന്നും. പിന്നെ ക്ഷീണം ഇല്ല, പിന്നെ വിശപ്പില്ലായിരുന്നു, വിശപ്പായി. ഉറക്കെന്ന് പറഞ്ഞാൽ കിടന്നാൽ എനിക്ക് ഉറക്കില്ല. എങ്ങനെയൊക്കെയോ സമയങ്ങളിൽ കഴിച്ചു കൂട്ടുക, ഉറങ്ങുകയില്ല. 11 മണിക്കും 12 മണിക്കൊക്കെ TV-യിൽ സിനിമ കണ്ടിട്ട് നേരം വെളുക്കും 3 മണി വരെ ഞാൻ സിനിമ കണ്ടിരുന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കും, വേദന, നടുവിന് വേദന, അടിവേദന വേദന, അങ്ങനെ എനിക്ക് ഇല്ലാത്തതൊന്നുമില്ല. എനിക്ക് മൊത്തം ശരീരം വേദന. അങ്ങനെയുള്ള ഞാനിപ്പം എനിക്ക് ശരീര വെയിറ്റ് കുറഞ്ഞു. പിന്നെ പണിയെടുക്കാൻ ഇനിയിപ്പം നാളെ ആണെങ്കിലും എനിക്ക് പണിക്ക് പോകാൻ. ഇതിപ്പം ഞാൻ ശരിക്കും ഓണത്തിൻ്റെ തലേ ദിവസമാണ് ഇത് വാങ്ങിച്ചത്. അപ്പം ശരിക്കും 2 ആഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് ആദ്യം ഒന്ന് കൂടി, വല്ലാതെ കൂടി, പ്രയാസങ്ങളൊക്കെ തോന്നി. പക്ഷെ ഞാൻ ആരോടും അത് പറയാതെ അതിൽ തന്നെ കിടന്നു. ചേച്ചിമാർ പറഞ്ഞു അത് മാറ്റി വെക്കണം, അങ്ങനെ ക്ഷീണം വന്നാലിന്ന്. ഞാൻ തീരുമാനിച്ചു മാറ്റൂല, എനിക്ക് മാറ്റൂല ഇതിൽ തന്നെ. പിന്നെ ഞാൻ വെച്ചാൽ നമ്മളെ ഉള്ളിലത്തെ വസ്ത്രങ്ങൾ പരമാവധി എല്ലാം മാറ്റി ഒരു നൈറ്റ് മാത്രം ഇട്ടിട്ട് അതിൽ ഫ്രീ ആയിട്ട് ഞാൻ കിടന്നു.
എനിക്ക് മാറി കിട്ടണമെന്ന് എനിക്ക് തന്നെ തോന്നി. അങ്ങനെയെല്ലാം മാറി. ഇപ്പം എനിക്ക് കാലിന് വേദനയില്ല, നീരില്ല. കാലൊക്കെ അങ്ങ് തടി കുറഞ്ഞില്ല, സൂക്ഷിച്ചു ഒന്നുമില്ല കേട്ടോ. എൻ്റെ കാല് എല്ലാം ഭയങ്കര തടിയാണ്. എനിക്ക് നടക്കാൻ പറ്റില്ല. കുറച്ച് ദൂരം നടക്കുമ്പോഴത്തേക്ക് എന്നെ കിടപ്പ് വരും. തൊഴിലുറപ്പിനൊക്കെ എല്ലാവരും എത്തുന്ന സമയത്ത് എനിക്ക് എത്തിപ്പെടാൻ പറ്റൂല. അതിന് അരമണിക്കൂർ മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ. അങ്ങനെയൊക്കെ ആയിരുന്നു. വലിയ ബുദ്ധിമുട്ടുണ്ടായതാണ്. ഇപ്പം എനിക്ക് കണ്ണിന് കാഴ്ചയായി. ഒരു ചെവി കേൾക്കുള്ളൂ. ഈ ഇടത്ത് വശത്ത് മൊബൈൽ പിടിച്ചാൽ മാത്രമേ എനിക്ക് കേൾക്കൂ, വലത്ത് വശം കേൾക്കൂലായിരുന്നു. അതുപോലെ നമുക്ക് സന്ധ്യാസമയത്ത് ഇപ്പം അതൊക്കെ ശരിയായി. സന്ധ്യാസമയത്ത് നാമം ജപിക്കണമെങ്കിൽ പൊക്കത്തിരിക്കണം, അല്ലെങ്കിൽ നിരത്തിരുന്നാൽ കാല് നീട്ടി വെച്ച് ചുവയോട് ചാരിയിരിക്കണം. ഇപ്പം എനിക്കൊരു മണിക്കൂറോളം കാല് പഠിച്ചു വെച്ചാൽ ഒരു കുഴപ്പമില്ല, മുട്ടിന് വേദനയില്ല, അങ്ങനെ ഒന്നുമില്ല. അതുപോലെ ഇങ്ങനെ കുറേ നടന്നു, തുടയൊക്കെ ഒതുങ്ങി പൊട്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരീരം അങ്ങ് ശരിക്കും എനിക്ക് നീരെല്ലാം അങ്ങ് മാറി, വേദന മാറി, എല്ലാ കാര്യങ്ങളും. എനിക്കൊന്നും മാറാനില്ല. ഇനി നാളെ ആണേലും എനിക്ക് പണിയെടുക്കാനുള്ള നല്ല വിശ്വാസമായി. അങ്ങനെ ശരിക്കും 3 ആഴ്ച ശരിക്കും മൂന്നാമത്തെ ആഴ്ചയിലായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇത്രയും മാറ്റം. ഡോക്ടർ എന്ന് പറഞ്ഞു? ഡോക്ടറെ അടുത്ത് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു ഗുളിക കഴിക്കണ്ട, പ്രഷർ ഇല്ല, നോർമലാണ്, മരുന്ന് നിർത്തിക്കോളാൻ പറഞ്ഞു. അന്നേരം ഡോക്ടറോട് ഞാനിങ്ങനെ പറഞ്ഞു, മരുന്ന് നിർത്തിയിട്ട് 1 മാസമായി. അപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് കിട്ടി. അന്നേരം അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഈ അസുഖം വന്നാലോ, മരുന്ന് അങ്ങനെ നിർത്തരുത്, അങ്ങനെ നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂടെ മരുന്ന് കഴിക്കണം. അങ്ങനത്തെ ഡോക്ടറാണ് ഇന്നലെ ഞാൻ പോയപ്പോൾ എന്നോട് പറയുന്നത്, മരുന്ന് നിർത്തിക്കോ, യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇനി മരുന്ന് കഴിക്കണ്ടാന്ന്. അങ്ങനെ ഇന്നലെ സാന്താസിനെ കണ്ടപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്നോട്. അതുകൊണ്ട് മരുന്ന് ഞാൻ നിർത്തി. എനിക്ക് വളരെ സന്തോഷമായി. എന്തായാലും മരുന്ന് ഞാൻ രക്ഷപ്പെട്ടു. മരുന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഇപ്പം എൻ്റെ മോക്ക് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദനയാണ്. ഒരുപാട് ചികിത്സ ചെയ്തു, എന്നിട്ട് കുറഞ്ഞിട്ടില്ല. അങ്ങനെ അതായി കിടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചേച്ചിയുണ്ട് വീട്ടിൽ, അവർക്ക് ഡിസ്ക് ആകുന്നതാണ്. അപ്പം അവർക്ക് വേണം. എല്ലാവരും ഇപ്പം കുടുംബത്തിൽ അറിഞ്ഞു കഴിയുമ്പം ഇന്നലെ വീട്ടിൽ എൻ്റെ മോളെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് പോയായിരുന്നു. അവർ കണ്ടു പറഞ്ഞ് ഇതെന്താ 14 വയസ്സായോ, തടിയൊക്കെ കുറഞ്ഞിട്ട്